പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 10-ാം ഉദയത്തിന് ശേഷം ലോട്ടറി ഭാഗ്യത്തിലൂടെ സമ്പന്നതയുടെ പുരോഗതിയിൽ എത്തിക്കാൻ സാധിക്കുന്ന നക്ഷത്രജാതകർ, അടുത്ത ഒരാഴ്ച കാലം ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രജാതകരെക്കുറിച്ചും അവർ തിരഞ്ഞെടുക്കേണ്ട ഭാഗ്യസംഖ്യകളെക്കുറിച്ചും ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഒപ്പം അവർക്കിനി കാത്തിരിക്കുന്ന ഒരാഴ്ച കാലത്തെ അനുകൂല ഫലങ്ങളും എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഇവർ വരും ദിവസങ്ങളിൽ തിരഞ്ഞെടുക്കേണ്ടത് 20, 27, 20, 25, 11, 98, 49, 58 എന്നീ സംഖ്യകളിലൊക്കെ അവസാനിക്കുന്ന ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുത്താൽ ചെറിയൊരു തുകയെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ നക്ഷത്രജാതകർക്ക് വേണ്ട. ഇനിയുള്ള മറ്റു ഫലങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ ഇവർക്ക് എന്തൊക്കെയെന്ന് നോക്കാം. തൊഴിൽ രംഗത്തിൽ കുറച്ച് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും എല്ലായിടത്തും മാന്യത വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇലക്ഷൻ ദിവസങ്ങളിൽ ചില പോലീസ് കേസുകളിൽ അകപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ നക്ഷത്രജാതകർ ശ്രദ്ധയോട് മുന്നോട്ട് പോകാൻ ഒന്ന് കരുതിയിരിക്കുക. കാര്യസാധ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. ധനാഗമവും പ്രതീക്ഷിക്കാം. ഉപേക്ഷിച്ച ധനങ്ങൾ പോലും വന്നു ചേരാൻ ഇടയുണ്ട്. വിവാഹ ആലോചനകൾക്ക് മുടക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ കാലതാമസങ്ങൾ മാറിക്കിട്ടും. മനസ്സിൻ്റെ ആദി കുറഞ്ഞു തുടങ്ങും. ശത്രുക്കളുടെ ശക്തിയും കുറയും. ഇവരുടെ ഭാഗത്തു നിന്ന് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നല്ല വാക്കുകൾ കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രദ്ധിക്കണം. പൊതുവെ എല്ലാവിധ സുഖ അനുഭവങ്ങളും അല്പമായിട്ട് അനുഭവപ്പെട്ടു തുടങ്ങും. കഠിനമായ ദുഃഖ അനുഭവങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ പറ്റിയ സമയമാണ്. പ്രതാപം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽ രംഗം മെച്ചപ്പെടും. അർശസ്, മൂത്രാശയബന്ധിയായ അസുഖങ്ങൾ ഇവ കുറഞ്ഞു കിട്ടും. ഈ നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂക്തം, പുഷ്പാഞ്ജലി, നെയ്വിളക്ക് ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്രജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെക്കുറിച്ച് നോക്കാം. ഇവർ 34, 16, 57, 61, 95, 24, 00, 33 ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യ നമ്പറുകൾ ലഭിച്ചാൽ വിടാതെ എടുത്തോളുക. കാരണം ഇവരെ ഭാഗ്യം കടാക്ഷിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ലോട്ടറി ഭാഗ്യത്തോടൊപ്പം തന്നെ മറ്റനവധി ഭാഗ്യങ്ങളും ഈ 10-ാം ഉദയത്തിന് ശേഷം ഇവരെ തുണയ്ക്കും. പലവിധ ആപത്തുകളിൽ നിന്നും കരകയറും. വീട്ടിൽ സമാധാനം വർദ്ധിക്കും. ചഞ്ചല മനസ്കരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശയന സൗഖ്യം ഉണ്ടാകും. ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ശരീരത്തിൽ ചില രോഗലക്ഷണങ്ങൾ കാണിക്കുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല. വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. സ്ഥാനമാനങ്ങൾ, ആദരവ് ഇവ ലഭിക്കും. നീചജനങ്ങളാൽ അപമാനിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. യശസ്സിനും ധനത്തിനും ക്ഷയം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അലച്ചിലുകൾ കുറഞ്ഞു തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറും. തൊഴിൽപരമായിട്ട് ഉന്നതിയിൽ എത്തും. കച്ചവടങ്ങൾ മെച്ചപ്പെടും. പാപവിചാരങ്ങൾ കുറഞ്ഞു തുടങ്ങും. ചിലവുകളും കുറഞ്ഞു തുടങ്ങും.
നാൽക്കാലികളെ വാങ്ങാനും വിൽക്കാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലി തേടാൻ ഈ സമയം ഉപയോഗിക്കാം. വിവാഹ ആലോചനകൾ ഫലവത്താകുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ചെയ്യേണ്ടത് ശിവന് ധാര, കുവളമാല ഈ വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഭാഗ്യശാലികളായ മിഥുനക്കൂറുകാരെ കുറിച്ച് ഒന്ന് നോക്കാം. മിഥുനക്കൂറിൽ മകയിരം 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. 32, 20, 15, 40, 60 എന്നീ സംഖ്യകളിലൊക്കെ വരുന്ന ലോട്ടറികൾ തിരഞ്ഞെടുത്താൽ ഇവരെ ഭാഗ്യം കടാക്ഷിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ചക്കാലം ഗവൺമെൻറ്റുമായിട്ടുള്ള ഇടപാടുകളിൽ വിജയസാധ്യതകൾ ഉണ്ട്. ധനനേട്ടങ്ങൾ, പല പ്രകാരേണയുള്ള സന്തോഷങ്ങൾ എന്നിവ മനസ്സിന് ലഭിക്കും. അപ്രതീക്ഷിതമായ ധനാഗമങ്ങൾ ഉണ്ടാകുമെങ്കിലും ചിലവുകളും ഈ കാലഘട്ടത്തിൽ കൂടുതലാകും. ആഭരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. സ്ഥാനചലനങ്ങൾക്ക് ഇടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിത്തുടങ്ങും. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ഔഷധ സേവ നടത്തേണ്ടി വരും. അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാരപീഡയുള്ളവർ ശ്രദ്ധിക്കണം. ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂരം നക്ഷത്ര ജാതകർക്ക് ഇനി സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. അത് തറപ്പിച്ചു പറയാൻ സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ കർമ്മസംബന്ധമായ ഉയർച്ചകളും പാരിതോഷികങ്ങളും അപ്രതീക്ഷിതമായിട്ട് കടന്നു വരാൻ സാധ്യതകൾ കൂടുതലാണ്. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മറ്റ് ദോഷങ്ങൾ ഒന്നും ഉണ്ടാകില്ല. രേഖാപരമായ കാര്യങ്ങൾ, ബാങ്ക് ഇടപാടുകൾ എന്നിവ കൂടി സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ കാണുവാനും സന്തോഷം പങ്കുവെക്കുവാനും അവസരങ്ങൾ കൂടുതലായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. നഷ്ടപ്പെട്ട ധനം അപ്രതീക്ഷിതമായിട്ട് തിരികെ ലഭിക്കും. യാത്രകൾ ശുഭവും ഫലപ്രദവും ആകും. കർഷകർക്കും കലാകാരന്മാർക്കും പൊതുവെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകും. മുടങ്ങി നിൽക്കുന്ന വിദേശയാത്രകൾ തടസ്സങ്ങൾ നീങ്ങി നല്ല രീതിയിൽ ശുഭമായിട്ട് നടക്കും. കാലുകൾക്കും ഉദരത്തിനും ചെറിയ അസുഖങ്ങൾക്കും വേദനയും അനുഭവപ്പെടുമെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മാത്രമാണ്. അതിനെ ഭയപ്പെടേണ്ടതില്ല. ഉടൻ തന്നെ അത് മാറ്റം ഉണ്ടാകും. ആയുധങ്ങൾ, മറ്റിരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ, യന്ത്രങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയുള്ള അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. പുതിയ ഗൃഹങ്ങൾ നിർമ്മിക്കുവാനോ വാങ്ങുവാനോ പറ്റിയ സമയമാണ്. ധനവിനിയോഗം കാര്യക്ഷമവും ശ്രദ്ധാപൂർവവും ആക്കുക. പ്രണയിക്കുന്നവർക്ക് ഇഷ്ടപ്രാപ്തി ലഭിക്കുന്ന ദിവസങ്ങൾ കൂടി അടുത്തു വരികയാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വ്യാഴാഴ്ച തോറും വ്രതം അനുഷ്ഠിക്കുക. ഭാഗവതം, നാരായണീയം, വിഷ്ണു സഹസ്രനാമം ഇവയിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിത്യേന പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഇവർക്കും കൂടുതലായിട്ട് ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ്. കാര്യങ്ങൾ എല്ലാം പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടന്നു കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ പ്രതീക്ഷകൾക്കും മേലെ പൂവണിയുന്ന സമയം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. എല്ലാ മേഖലകളിലും വളരെ ഉത്സാഹപൂർവമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ദൈവാനുഗ്രഹം കൂടെ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ ഇവർക്ക് വിജയസാധ്യതകൾ കൂടുതലാണ്. മത്സര പരീക്ഷകളിലും തൊഴിൽ അന്വേഷണങ്ങളിലും മനസ്സംതൃപ്തി വർദ്ധിക്കും. സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുവാനും നഷ്ടപ്പെട്ടവ തിരികെ വരുന്നതിനുമുള്ള വഴികൾ തുറക്കുന്നതും കാണുവാൻ വരും ദിവസങ്ങളിൽ സാധിക്കുന്നതാണ്. കുഞ്ഞുങ്ങളിൽ രോഗങ്ങളും മറ്റ് ശാരീരികവും മാനസികവുമായ വൈഷമ്യങ്ങളും ധാരാളമായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മുക്തി കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ
അതുപോലെ തന്നെ നാൽക്കാലികൾ എന്നിവയെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട സമയം കൂടിയാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം നിത്യേന നാമജപം നടത്താനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.